എൻ്റെ ഈശോയെ, ജ്ഞാനത്തിൻ്റെ ഉറവിടവും എൻ്റെ ശക്തിയുടെ ബലവും ആത്മാവിൻ്റെ സന്തോഷവും ആയവനെ, ഓരോ പ്രഭാതത്തിലും കരുണയോടെ അങ്ങെന്നെ ഓർത്തുകൊണ്ട് വിളിച്ചുണർത്തുന്നതിന് ഞാൻ നന്ദി പറയുന്നു. വീണ്ടും ഒരു ദിവസം കൂടി അങ്ങൻ്റെ ആയുസ്സ് നീട്ടി നൽകിയിരിക്കുന്നു. വീഴ്ചകൾ പറ്റി ഞാൻ അങ്ങയെ വേദനിപ്പിക്കുമ്പോഴും അങ്ങെന്നെ സ്നേഹിക്കുന്നു. മഹാകരുണയോടെ അങ്ങെന്നെ വഴി നടത്തുന്നു. ഞാൻ വഴി വന്നുപോയ എല്ലാ തെറ്റുകൾക്കും ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞാൻ ഈ ദിവസം ആരംഭിക്കുമ്പോൾ അങ്ങയുടെ വാത്സല്യവും കരുതലും സ്നേഹവും ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പാതകളെ അങ്ങ് നയിക്കണമേ. തെറ്റുകളെ തിരുത്തുവാനും വീഴ്ചകളെ ഒഴിവാക്കുവാനും തിന്മയെ ചെറുത്തു നിൽക്കുവാനും അനുഗ്രഹങ്ങൾ അവകാശമാക്കുവാനും വേണ്ട കൃപകൾ എൻ്റെ മേൽ ചൊരിയണമേ. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടങ്ങൾ അന്വേഷിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഇന്ന് ഞാൻ പറയുന്ന ഓരോ വാക്കുകളും പ്രവൃത്തികളും അങ്ങയെ ബഹുമാനിക്കുന്നവരായിരിക്കട്ടെ. ഈശോയെ, ഈ ദിവസം മുഴുവൻ അങ്ങെന്നെ കരുണയോടെ ശ്രദ്ധിക്കണമേ. അനേകർ ഈ പ്രഭാതം കാണാതെ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞപ്പോഴും അങ്ങനെ വിളിച്ചുണർത്തിയതിനോ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഓരോ ദിവസവും അങ്ങയുടെ സ്നേഹവും പുതിയതാണല്ലോ. ഞാൻ പോകുന്നിടത്തൊക്കെയും അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഇന്ന് ഞാൻ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളോ കടന്നു പോകേണ്ട വഴികളോ എനിക്ക് വേണ്ടി ഒളിഞ്ഞിരിക്കുന്ന അനർത്ഥങ്ങളോ എനിക്കറിയില്ല. പിതാവേ, എങ്കിലും അങ്ങ് എല്ലാം അറിയുന്നു. എൻ്റെ ഇന്നത്തെ ഈ ദിവസം മുഴുവനായും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കാലുകൾ ഇടറാതെ, കണ്ണുകളിൽ ഇരുട്ട് നിറയാതെ, വാക്കുകളിൽ തെറ്റുപറ്റാതെ, പ്രവർത്തികളിൽ വീഴ്ച ഉണ്ടാകാതെ എന്നെ നോക്കിക്കൊള്ളണമേ. ഇന്നത്തെ എൻ്റെ എല്ലാ ഉദ്യമങ്ങളും വിജയത്തിൽ എത്തിക്കണമേ. സങ്കടങ്ങളെ അകറ്റി നിർത്തി സന്തോഷിക്കാൻ വേണ്ട വക എനിക്ക് ഇന്ന് നൽകണമേ. എൻ്റെ സങ്കടം കാണാൻ കൊതിച്ചിരിക്കുന്നവരുടെ മുന്നിൽ എൻ്റെ സന്തോഷം കാണിച്ചു ലജ്ജിപ്പിക്കണമേ. എൻ്റെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ വിജയം കാണിച്ചു കൊടുക്കണമേ. ഈശോയെ, എന്നെ വിട്ടകലാതെ എന്നോട് ചേർന്ന് നിൽക്കണമേ. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞും എന്നെ സഹായിക്കണമേ. ആമേൻ. അടിയന്തരമായ ഒരു അത്ഭുതത്തിനായി മാതാവിനോടുള്ള ശക്തമായ പ്രാർത്ഥന. ജപമാലയുടെ മാതാവേ, ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ഉത്തമ ഉദാഹരണമാണ് നിങ്ങളുടേത്. നിങ്ങളുടെ ജീവിതം വലിയ വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും നിമിഷങ്ങളിൽ പോലും വിശ്വാസത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും സാക്ഷ്യമാണ്. അതിനാൽ നിങ്ങളുടെ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാനും എൻ്റെ പാതയിൽ നേരിടുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുവാനും ആവശ്യമായ ശക്തിയും ധൈര്യവും കണ്ടെത്താൻ എന്നെ സഹായിക്കാൻ ദൈവത്തോടൊപ്പം നിങ്ങളുടെ അനുഗ്രഹങ്ങളും കൃപകളും എന്നിൽ വർഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ എനിക്ക് മികച്ച പാത തിരഞ്ഞെടുക്കുവാനുള്ള ജ്ഞാനവും വിവേകവും ഉണ്ടാകട്ടെ. വിജയം പിന്തുടരുവാനും നേടാനും ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുമ്പോഴും വിശ്വാസവും പ്രതീക്ഷയും നിലനിർത്താൻ നിങ്ങൾ എന്നെ സഹായിക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ സഹായത്തോടെ എല്ലാം സാധ്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയും. എല്ലാവർക്കും സമാധാനവും സംതൃപ്തിയും സർവ്വ ഐശ്വര്യങ്ങളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മുൻപിൽ കാഴ്ചവെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടും. ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക. കാരണം പ്രാർത്ഥനയുടെ കുറവ് മൂലമാണ് പല സങ്കടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോട് ഒരിക്കലും മടുപ്പ് തോന്നരുത്. പ്രാർത്ഥന ഇല്ലാതിരിക്കുമ്പോൾ പല പൈശാചിക പ്രവർത്തനങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. പിശാച് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് മാതാവിനോടുള്ള പ്രാർത്ഥനകൾ. അതിനാൽ എല്ലാ ദിവസവും പരിശുദ്ധ മാതാവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. ജീവിതത്തിൽ സഹനങ്ങളുടെ സമയത്ത് മാതാവിനെ ഓർക്കുക. പ്രത്യേകിച്ച് കുരിശിൻ ചുവട്ടിൽ നിന്ന് അമ്മയെ ലോകം മുഴുവൻ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ കുറ്റവാളികളുടെ അമ്മയെന്ന
യേശു നമ്മെ ഒരിക്കലും അനാഥരായി വിടുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കുരിശിൻ ചുവട്ടിൽ വെച്ച് പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകിയത്. നമുക്ക് പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും തകർച്ചകളും സങ്കടങ്ങളും രോഗങ്ങളും ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും ഏതുമാകട്ടെ, അമ്മയുടെ അടുക്കലേക്ക് നമുക്ക് കടന്നു ചെല്ലാം, പ്രാർത്ഥിക്കാം. അമ്മ നമ്മളുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, നമ്മുടെ നിരാശയായ ജീവിതം എല്ലാം അവിടുന്ന് ഏറ്റെടുക്കും. അതിനാൽ നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.